ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആയിട്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സീരിയസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ, ഈ വണ്ടി കണ്ടു ഇവിടെ ബുഗാട്ടി ആയിട്ട് വന്ന ഒരുത്തൻ വന്ന് ഇടിച്ച് ഗൈസ്. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് പൊട്ടിപ്പോയി. അതുകൊണ്ട് നമ്മളിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാണ് ഗൈസ്. നമ്മളിപ്പോൾ ഏത് വണ്ടി ഇടിച്ചാലും പോലീസുകാർ എന്നെ ഒന്ന് വെടിവെച്ച് ജയിലിൽ കൊണ്ടിടും. പക്ഷേ എൻ്റെ വണ്ടിക്ക് ഇടിച്ചിട്ട് ആരും അങ്ങനെ പിടിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് എന്തായാലും ചെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കണം ഗൈസ്. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് വേണം ഗൈസ്. അപ്പോൾ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്ത് സബും ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് കാണാമല്ല നമ്മൾ പോവാണ് ഗൈസ്. പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്താണ് ഗൈസ് പോലീസ് സ്റ്റേഷൻ. നമുക്ക് പോവാം. നമ്മൾ വിടുവാണ് ഗൈസ് പോലീസ് സ്റ്റേഷനിൽ. കേസ് നമ്മൾ എത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. നമുക്ക് ഇന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാം. ഹായ് സാർ. മോനെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ എന്നായിരിക്കണം സാറേ. ഹലോ സാർ, കംപ്ലൈൻറ്റ് ഉണ്ട്. അയ്യോ സാറേ സോറി. അത് കുഴപ്പമില്ലടാ സാർ, നിങ്ങൾ കണ്ടു നോക്കൂ. എന്നതാ കാര്യം പറ. സാർ ഇന്ന് എൻ്റെ വണ്ടിയെ വന്നൊരു വേറൊരുത്തം വന്ന് ഇടിച്ചു. അതിനൊന്നു ഇങ്ങനൊരു സംഭവം ഉണ്ട്. എൻ്റെ വണ്ടിയെ വന്നിടിച്ച് എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ട് ഫുള്ള് പൊട്ടിപ്പോയി. സാർ എന്നെ എപ്പോഴും പിടിക്കും വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ സാർ എന്നാൽ അവനെ പിടിക്കണം. പറ്റുമോ? പറ്റില്ലേ? പറ്റില്ല, എനിക്കൊരു കല്യാണം ഉണ്ടോ. പറ്റത്തില്ല ഗൈസ്, ഇയാൾക്ക് പറ്റത്തില്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മളെ ഏത് വണ്ടി ഇടിച്ചാലും ഇയാൾ നമ്മളെ വന്ന് പിടിക്കും. പക്ഷേ നമ്മുടെ വണ്ടിക്കിട്ട ഒരാളെ വന്നിടിച്ചപ്പോൾ പറ്റത്തില്ലെന്ന്. അയ്യോ നമുക്ക് ഓടാൻ കഴിച്ചു. ഞാൻ വെടിവെച്ച് പോയി. സോറി. നമ്മളെ പിടിച്ച് ജയിലിൽ ഇടുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ജയിലിൽ ചെന്നിട്ട് അടുത്തത് കാണാൻ പിടിച്ച് ഗൈസ് നമ്മളെ. 2 hours later. ഓ സോറി സാർ. ഓ സോറി, ഇപ്പോഴും സോറി സാർ. ഇന്നാ സാർ ബാക്കി കാശ് ഞാനിപ്പോൾ ഗൂഗിൾ പേ ചെയ്യാം ഗൈസ്. ഓ നമ്മുടെ അയ്യോ ഗൂഗിൾ പേ ഇതിനകത്തല്ലേ ഗൈസ്. ഓക്കെ, സ്റ്റിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് സാറിന്. സാറേ കിട്ടിയല്ലോ. അയ്യോ സോറി സാർ, കിട്ടിയല്ലോ സാറിന് ഗൂഗിൾ പേ. സാർ ഇവരെൻ്റെ വണ്ടി മോഡിഫൈ ഒക്കെ ചെയ്തതല്ലേ, വണ്ടി സെറ്റാക്കി തന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ വണ്ടി അവിടെ സെറ്റാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഇവന്മാർ എൻ്റെ വണ്ടി ഇടിച്ചവരെ ആരെയും കൊന്നിട്ടില്ല ഗൈസ്. എൻ്റെ വണ്ടി ഇടിച്ച് പൊട്ടിച്ചവനെ കൊന്നിട്ടില്ല ഗൈസ്. എനിക്ക് ആ പ്രതികാരം തീർക്കണം. എന്നിട്ട് ഇവന്മാരെന്നെ പിടിച്ച് ജയിലിൽ വിട്ട് കുറേ ഇടിക്കുകയും ചെയ്തു ഗൈസ്. അങ്ങനെ ഇവന്മാർ എന്ത് മോഡിഫൈ എൻ്റെ വണ്ടി വന്നെന്ന് പറഞ്ഞാലും ഇവന്മാരെ ഞാൻ വെറുതെ കൊടുക്കില്ല. ബോംബറാ നമ്മൾ സ്റ്റിക്കി ബോംബ് എടുത്ത് ഗൈസ്. ഇവന്മാരെ അങ്ങനെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഗൈസ്. നമ്മൾ സ്റ്റിക്കി ബോംബ് എടുത്ത് ഇവന്മാരെ പൊട്ടിച്ച് ഇവന്മാരെ കട ഫുള്ള് നാറ്റിച്ചിട്ടേ കാര്യമുള്ളൂ ഗൈസ്. പൊട്ടിയിടാം. പിന്നല്ല ഞങ്ങൾക്ക് തല പൊട്ടിച്ചത്. കൊണ്ടിട്ടിരിക്കുന്നത് എൻ്റെ വണ്ടി പൊട്ടിച്ചാൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നിട്ട് ഇയാളെ ഞാൻ കൊന്നു കഴിഞ്ഞു. ഇയാൾ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ സെറ്റായിട്ട് വരുവാണ്. ഇയാളെ ഈ ഹോസ്പിറ്റലും കാണത്തില്ല വീടും കാണത്തില്ല. ഇയാളെ അടിച്ച് പൊട്ടിച്ച് ഞാൻ ഇപ്പോൾ കണ്ടോ. നമ്മൾ സ്റ്റിക്കി ബോംബ് എടുത്താൽ അയാളെ തലക്ക് ട്രെയിനുണ്ട്. എല്ലാത്തിനെയും ഞങ്ങൾ പൊട്ടിക്കും, എല്ലാത്തിനെയും പൊട്ടിക്കുന്നുണ്ട്. ഇയാളെ ഒക്കെ പൊട്ടിക്കും കേസ്. നമ്മൾ ഇയാൾ സാമാനൊക്കെ വെച്ച് കൊടുക്കും കേസ്. നമുക്ക് കൊടുത്തിട്ടുണ്ട് കേസ്. നമ്മൾ ഇയാൾ കിട്ടും. ആരും ജീവിക്കണ്ട ഇനി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട്. ബാടേ ബാ, നമ്മൾ മാസമാകാൻ പോവാണ്. ഞങ്ങളെ അങ്ങനെ വെറുതെ അടിച്ചിട്ട് ഇവന്മാരങ്ങനെ ജീവിക്കണ്ട. കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്ന പാവം എന്നെ ഇവന്മാരെ വന്നിട്ട് അടിച്ചു കൊന്നു. എന്നിട്ട് ഇവന്മാർ സൂചിച്ച് ജീവിക്കുന്നു. എന്നെ ജയിലിൽ ചുമ്മാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ജയിലിൽ ഇടാതെ ജസ്റ്റ് ഒന്ന് ഇടിക്കുമായിരുന്നു ഈ സീനിലായിരുന്നു. എന്നെ ജസ്റ്റ് ജയിലിൽ കൊണ്ടിട്ട് ഞങ്ങൾക്ക് തല പൊട്ടിച്ചോ. വലിയ ഇംഗ്ലീഷുകാരൻ അവന്മാരെല്ലാവരുടെയും മതിയെ സ്റ്റിക്കി ബോംബ് ഒട്ടിച്ച് ഒന്നാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്റ്റിക്കി ബോംബ് എടുത്തിട്ട് ഇനി ഗൈസ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം ഗൈസ്. ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാനാണ് ഗൈസ് എൻ്റെ കളി കാണുന്നത്. ഇനിയാണ് ഗൈസ് നിങ്ങൾ എൻ്റെ കളി കാണുന്നത്. ഫോൺ ആക്ടിവേറ്റ് ചെയ്യേണ്ട സമയമായി ഗൈസ്. എന്നെ തല്ലിക്കൊല്ലാൻ വന്നിരിക്കുന്നു. എല്ലാത്തിനെയും ഞാൻ പൊട്ടിക്കും. തെറിപ്പിച്ചിട്ടുണ്ട്. അവിടെ പോലീസിലട ഈ മണ്ടയ്ക്ക് കിടക്കുന്നേ. വേണ്ട കേസ്, എന്നെ പിടിച്ചവനെ കാണാൻ മണ്ടയ്ക്ക് പോയി ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ വെടിവെക്കട്ടെ. വെടിവെക്കാൻ പറ്റും എനിക്കറിയില്ല. എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇവനെയും കൂടെ തീർക്കാം കേസ്. ഇവൻ പാവമാണ്. ഇവനെ ഞങ്ങൾ നിന്നാലും കൊല്ലും കേസ്. ഓക്കെ
ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണിനാണ് ഗൈസൊക്കെ ചെയ്തത്. എന്നാലും അവന്മാർ നമ്മുടെ അടുത്ത് ചെയ്ത് തെറ്റായിപ്പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ബൈ ഗൈസ്.